വളരെ സന്തോഷം. പ്രത്യേകിച്ച് നാദബ്രഹ്മം ഫൗണ്ടേഷന് ഒരു പൂർവ്വ സൈനികൻ എന്നുള്ള നിലയ്ക്ക് നന്ദി. ഇത്രയും വലിയ ആൾക്കൂട്ടവും പ്രത്യേകിച്ച് NCC കുട്ടികൾ, NCCയുടെ ഇൻസ്ട്രക്ടർ ശ്രീമതി മഞ്ജു ഇവിടെ വന്നിട്ടുണ്ട്. മഞ്ജുവിൻ്റെ പേര് ഞാൻ തുടക്കത്തിൽ തന്നെ എടുത്തു പറയാൻ കാരണം ഈ 10 ദിവസം മുമ്പ് നടന്ന ഇന്ത്യൻ ആർമിയുടെ ആർമി ഡേയിൽ മൊത്തം ഇന്ത്യയിലുള്ള NCCയിൽ സേനാധ്യക്ഷൻ്റെ അവാർഡ് വാങ്ങിയ ഒരേ ഒരു വ്യക്തി നമ്മുടെ തൃശ്ശൂരുകാരി മഞ്ജുവാണ്. മഞ്ജു ഒന്ന് എൻ്റെ പ്ലീസ്. ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റ്സ്. എൻ്റെ തലമുറക്കാരൊക്കെ ഒരുപക്ഷെ ജഡ്ജിയുടെയും തലമുറക്കാർ സ്കൂളിൽ ഹിന്ദിയിൽ മഖൻലാൽ ചതുർവേദി എന്ന് പറയുന്ന പ്രശസ്തനായൊരു കവിയുടെ പുഷ്പിക്ക് അഭിലാഷ എന്ന് പറഞ്ഞൊരു പദ്യം പലരും ഓർക്കുന്നുണ്ടാവും. चाह नहीं मैं सुरबाला के गहनों में गूंथा जाऊँ, चाह नहीं प्रेमी माला में बिंद प्यारी को ललचाऊँ, चाह नहीं सम्राटों के शव पर हे हरि डाला जाऊँ, चाह नहीं देवों के सिर पर चढ़ू भाग्य पर उठ लाऊँ, मुझे तोड़ लेना वनमाली उस पद में देना तुम फेंक, मातृभूमि पर शीश चढ़ाने जिस पद जावे वीर अनेक, ജിസ് പദ് ജാവേ വീർ അനേക്. ഒരു പൂവിൻ്റെ ആഗ്രഹമാണ് അവിടെ കവി പറയുന്നത്. ആ പൂ പൊട്ടിക്കാൻ വരുന്ന വനമാലിയോട് പറയുകയാണ്, എനിക്ക് സുന്ദരിയായ ഒരു സ്ത്രീയുടെ തലമുടിയിൽ തൂങ്ങിക്കിടക്കാൻ ഒരാഗ്രഹവുമില്ല. എനിക്ക് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിലോ ഭാര്യ ഭർത്താവിൻ്റെ കഴുത്തിലോ ഇടുന്ന മാലയുടെ ഭാഗമാവാനും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഏതെങ്കിലും രാജാവിൻ്റെ ശവത്തിൻ്റെ മീതെ വിതറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഏതെങ്കിലും ദൈവത്തിൻ്റെ തലയിൽ ഒരു കിരീടമായിരിക്കാനും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ ദേശത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ മുന്നോട്ട് നീങ്ങുന്ന സൈനികർ ചലിക്കുന്ന ആ പഥത്തിൽ ആ വഴിയിൽ എന്നെ വിതറാൻ പറ്റിയാൽ വിതറിയാൽ മതി. അതൊരു പൂവിൻ്റെ ആഗ്രഹമായിരുന്നു. അത് ജസ്റ്റ് ഒരു ട്രൂ പാട്രിയോട്ടിസത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ലഫ്റ്റനൻറ്റ് കേണൽ രാമകൃഷ്ണൻ വിശ്വനാഥൻ, നമുക്കറിയാം കാർഗിൽ യുദ്ധത്തിൽ 527 പട്ടാളക്കാരാണ് ജീവൻ ത്യജിച്ചത്. അതിലേറ്റവും ഉയർന്ന റാങ്കിൽ ലഫ്റ്റനൻറ്റ് കേണൽ റാങ്കിൽ ജീവൻ ത്യജിച്ച വ്യക്തിത്വമാണ് ലഫ്റ്റനൻറ്റ് കേണൽ R വിശ്വനാഥൻ. തൃപ്പൂണിത്തുറ സ്വദേശിയായിരുന്നു. പട്ടാളത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള 18 ഗ്രനേഡിയേഴ്സ് എന്നുള്ള ബറ്റാലിയൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു. പട്ടാളത്തെക്കുറിച്ച് അറിയാത്തവരോട് പറയാം, കമാൻഡിംഗ് ഓഫീസർ, സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്നവരൊന്നും യുദ്ധമുഖത്തേക്ക് തോക്കും കൊണ്ട് പോകാറില്ല. അവർ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കും. അതങ്ങനെ പാടുള്ളൂ. കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓർഡർ കൊടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ഇതവിടെ മെയ് ജൂൺ മാസങ്ങളിലാണ് കാർഗിൽ യുദ്ധം 1999 കൊടുമ്പിരി കൊണ്ടത്. 15,000 അടി ഉയരവും -40 ഡിഗ്രി ടെമ്പറേച്ചറും മലകളും എല്ലാമായിട്ടുള്ള സ്ഥലങ്ങളിൽ വല്ലാതെ ഞങ്ങളുടെ യുദ്ധം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് ശരിക്കൊരു യുദ്ധമല്ല. പാകിസ്ഥാൻ കാണിച്ചൊരു വിശ്വാസ വഞ്ചനയാണ്. എല്ലാ വിൻ്റർ സമയങ്ങളിലും അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിലേക്ക് വരും, അവരവരുടെ ബേസിലേക്ക് വരും. 98 വിൻ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, പാകിസ്ഥാനും പോയി. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചു വന്ന് അവരുടെ ഭാഗം ഒക്യുപ്പൈ ചെയ്തെന്ന് മാത്രമല്ല നമ്മുടെ പോസ്റ്റിലും കയറിയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറിയിരുന്ന ആ കള്ളന്മാരെ പിടിച്ച് തുരത്തുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മൾ ചെയ്തത് കാർഗിൽ വാറിൽ. പക്ഷെ അവർ ഓൾറെഡി അവിടെ ഇരിക്കുന്നത് കൊണ്ട്, മലയുടെ മുകളിലും പല ഭാഗങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ കയ്യിൽ കപ്പലണ്ടി ആയിരുന്നില്ല, മെഷീൻ ഗണ്ണായിരുന്നു. അവരവിടെ നിന്ന് താഴെ ഒരു ഉറുമ്പനങ്ങിയാൽ അറിയാൻ പറ്റും അവർക്ക്. അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ആളുകൾ മരിച്ചു വീഴുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ ടോലോലിംഗ് എന്ന് പറഞ്ഞ മല പിടിച്ചെടുക്കാനായിട്ടായിരുന്നു 18 ഗ്രനേഡിയേഴ്സ്. അതിൻ്റെ 3-4 ദിവസങ്ങളായിട്ട് കുറച്ച് പേര് മരിച്ചൊക്കെ വീണപ്പോൾ അന്നത്തെ കമാൻഡിംഗ് ഓഫീസർ കുശാൽ ഠാക്കൂറായിരുന്നു. കുശാൽ ഠാക്കൂർ സാർ പറഞ്ഞു, എടാ നീ പോകേണ്ട കാര്യമില്ല. എന്നാലും അദ്ദേഹം അവിടെ ചെന്ന് ഓർഡർ കൊടുക്കാനും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അത് നയിക്കാനും പോവുകയും അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ആ ടോലോലിംഗ് മലയിൽ വെച്ച് 4 പാകിസ്ഥാൻ സൈനികരെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ വെടിവെച്ച് വീഴ്ത്തുകയല്ല, ഇതെങ്ങനെ പിടിച്ച്
അവരെ കൊല്ലുകയും 3 പാകിസ്ഥാൻ്റെ പോസ്റ്റുകൾ തിരിച്ചെടുക്കുകയും ചെയ്തു. ഇത് പാലസ് റോഡിലിരുന്ന് സാഹിത്യ അക്കാദമി ഹാളിൽ ഫാനിൻ്റെ താഴെ ഇരുന്നിട്ടല്ല ചെയ്യണത്. ഒന്ന് ഓർത്തു നോക്കൂ, എതിർഭാഗത്തുനിന്ന് വെടി വരുവാണ്. ഈ സാധനത്തിന്, ജീവൻ എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ എന്ന് പറയുന്നത് ശരിയല്ല. അതെന്താണെന്നറിയോ? അദ്ദേഹം ജനനീ ജന്മഭൂമിഷ്ഠ എന്നുള്ളൊരു ശ്ലോകം പറഞ്ഞു. ആ മരിക്കുന്ന ഉറപ്പായിട്ടും അവിടെ ചെന്ന് നിൽക്കാൻ എന്താണ് ഒരു പട്ടാളക്കാരനെ പ്രേരിപ്പിക്കുന്നത്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാനെങ്ങാനും, നമ്മുടെ ക്രിക്കറ്റ് കളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൈറ്റുള്ള പന്ത് വരുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലിയൊക്കെ തല കുനിക്കും. അതുപോലെ പട്ടാളക്കാരൻ ഒരു വെടിയുണ്ട വരുമ്പോൾ തല കുനിച്ചാൽ അത് കൊള്ളാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ നെഞ്ചിലാണ്. ആ ഒരു മാതൃരാജ്യത്തിൻ്റെ കൺസെപ്റ്റ്, അതാണ് ഓരോ പട്ടാളക്കാരനെയും ആ മാതാവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെയാണ് കേണൽ വിശ്വനാഥൻ അവിടെ ചെന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആ വെടിയുണ്ട ഏറ്റുവാങ്ങി അദ്ദേഹം വീരമൃത്യു വരിച്ചു. അത് 99 ജൂൺ 2 അല്ലേ? ജൂൺ 2 അത്. കാർഗിൽ യുദ്ധം ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചത് ജൂലൈ 26 ആയിരുന്നു. അപ്പോൾ അതേ ബറ്റാലിയനിലുള്ള ആളുടെ ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കാം. നിങ്ങളുടെ എത്ര പേർക്ക് സൈനികരുണ്ട് ഇവിടെ, പൂർവ്വ സൈനികർ, അവർക്ക് അറിയാമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ അതേ ബറ്റാലിയനിലൊരു പയ്യൻ, ശിപ്പായി റാങ്കിലുള്ള 19 വയസ്സുള്ളൊരു പയ്യൻ, 17 വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറി. ടൈഗർ ഹില്ല് എന്ന് പറയുന്ന ഏറ്റവും ഹൈറ്റിലുള്ള സാധനം പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ ഓൾറെഡി പാകിസ്ഥാൻകാർ ഇരിക്കുക. ഒരാൾ കയറിപ്പോയി അവിടെ നിന്ന് കയറിട്ട് കൊടുത്താലേ മറ്റുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ സൈനികർ. ഇവർ കയറിയാൽ മാത്രമേ പാകിസ്ഥാൻകാരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആര് പോവും എന്ന് ആലോചിച്ച് വെക്കുമ്പോൾ ഈ 19 വയസ്സുള്ള പയ്യൻ, സാറ് പറയുവാണെങ്കിൽ ഞാൻ പോവാം, അങ്ങനെയല്ല അവൻ പറഞ്ഞത്. ഈ ഒരു അവസരം എനിക്ക് തരാമോ സാറേ എന്ന് ചോദിച്ചു. വെറും ശിപ്പായി റാങ്കിൽ, നീ കൊച്ചു പയ്യനാ, മീശ പോലും മുളച്ചിട്ടില്ല, നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ടും കേട്ടില്ല, ഈ അവസരം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. കയറിപ്പോയി 17 വെടിയുണ്ട കൊണ്ടു. 18ാമതും നെഞ്ചിൽ കൊണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു 5 രൂപയുടെ കോയിൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്നു. അതിൽ തട്ടി അത് തെറിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇന്നും. 2 വെടിയുണ്ട് എപ്പോഴും ശരീരത്തിലുണ്ട്. പരംവീർ ചക്ര നൽകി രാജ്യം ആദരിച്ച വ്യക്തി. ഇന്ന് ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ ഏറ്റവും മുൻ നിരയിൽ മാർച്ച് ചെയ്യപ്പെട്ട ഓണററി ക്യാപ്റ്റൻ സുബേദാർ മേജർ യോഗേന്ദർ സിംഗ് യാദവ്. ഞാൻ ഒരു കാര്യം, കുറച്ച് സമയാധികമായി പോയി, ഒരു കാര്യം ഞാൻ പച്ചയ്ക്ക് പറയാം. ഈ യോഗേന്ദർ സിംഗ് യാദവ് വന്ന് ടൈഗർ ഹില്ലിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ തോൽക്കുമായിരുന്നു. ജഡ്ജിയുടെ പ്രസൻസിൽ തന്നെ ഞാൻ പറയട്ടെ, 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനാണ് ജയിച്ചിരുന്നതെങ്കിൽ, ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എവിടെയായനെ? അങ്ങനെ നോക്കുമ്പോൾ ഈ 19 വയസ്സിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച വ്യക്തിയാണ് 17 വെടിയുണ്ട. ബൈബിളിൽ പറയാറുണ്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചു പയ്യൻ 17 വെടിയുണ്ട ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടത്? അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ? അയാളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണോ? അയാളുടെ ഫോട്ടോ ഒന്നും നിങ്ങൾ പൂജാ റൂമിൽ വെക്കണ്ട. അയാളുടെ പേരെങ്കിലും അറിയണ്ടേ? നമുക്ക് സിനിമാ നടൻ നടിമാരുടെ മക്കളുടെ പേരൊക്കെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ വില കൊടുക്കുന്ന ആൾക്കാർക്ക് മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടും വലതുകാല് മുന്നോട്ടെടുത്ത് വെച്ച് പോയി നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന അവാർഡുകളാണ് പരംവീർ ചക്ര, വീർ ചക്ര പോലെയുള്ള അവാർഡുകൾ. അല്ലാതെ ഞാൻ വെറുതെ പറയാറുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, സാറിന് എന്തെങ്കിലും വിഷമമുണ്ടോ? ഈ 32 കൊല്ലം സർവീസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഒറ്റ വിഷമേ ഉള്ളൂ, 32 കൊല്ലം സർവീസ് ചെയ്തിട്ട് ജീവനോടുകൂടെ തിരിച്ചു വന്നല്ലോ എന്നുള്ള ഒറ്റ വിഷമേ ഉള്ളൂ. രാജ്യത്തിന് വേണ്ടി മരിക്കണമെങ്കിൽ അത് ഉപ്പാൽപ്പാർക്ക് ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അങ്ങേ അറ്റത്തെ ലക്കുള്ള ആൾക്കാർക്ക്. എനിവേ, ഞാനത് നീട്ടുന്നില്ല. അപ്പം അത്രത്തോളം ആ കാർഗിൽ യുദ്ധത്തിൻ്റെ പ്രസക്തി പറഞ്ഞില്ലെങ്കിൽ ആ കേണൽ വിശ്വനാഥൻ്റെ വീരമൃത്യു നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്ര സമയമെടുത്ത് ഞാൻ പറഞ്ഞത്. എന്തായാലും ജലജ മാഡത്തിനെ പോലെ ഒരു വ്യക്തിത്വത്തെ
മേജർ രവി പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ആദരിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാന്ന് വെച്ചാൽ, ഒന്ന്, ഒരു അമേരിക്കൻ ജനറൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം വിധവകളെ സൃഷ്ടിക്കുന്നു. കാരണം യുദ്ധം കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആ വീട്ടുകാർക്ക് ഭർത്താവ് പോയി, മക്കൾക്ക് അച്ഛൻ പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട്ടിലിരുന്ന് ആ ദുഃഖത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ സിവിൽ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ആദരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള വ്യക്തിപരമായിട്ടുള്ള ദുഃഖങ്ങൾ നമ്മളൊരു ദേശീയ അഭിമാനമാക്കിയിട്ട് മാറ്റുകയാണ്. അവർക്ക് തോന്നണം, അയ്യോ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ഭർത്താവ് മരിച്ചത്, വെരി ഗുഡ്, അവർ നമ്മളെ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ മേജർ രവി പറഞ്ഞ പോലെ ഇപ്പോഴും അവിടെ അതിർത്തിയിൽ നിൽക്കുന്ന ജവാന്മാർ ഇതൊക്കെ കാണുമ്പോൾ നാളെ ഞാൻ എങ്ങാനും മരിക്കേണ്ടി വന്നാൽ ഇതുപോലെ സന്മനസ്സുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മരിക്കുന്നത് എന്നുള്ളൊരു വലിയൊരു പ്രചോദനം അവർക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാം തീർച്ചയായിട്ടും സംഘടിപ്പിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി നാദബ്രഹ്മം ഫൗണ്ടേഷനെ അതിനുവേണ്ടി അഭിനന്ദിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചടങ്ങിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കേണൽ വിശ്വനാഥനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്താ പറഞ്ഞ ആ ഒരു ദുഃഖം മനസ്സിലുകൊണ്ട് നടക്കുന്ന ജലജ മാഡത്തിൻ്റെ ഞാൻ എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. ദേവസി ചേട്ടനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. 62, 65, 71 3 യുദ്ധങ്ങളിൽ വെറും ശിപ്പായി റാങ്കിൽ ആർമി മെഡിക്കൽ കോറിൽ ആംബുലൻസ് ഡ്രൈവറായിരുന്ന വ്യക്തിയാണ്. നിങ്ങൾ എത്ര പേരെ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഈ NCC ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മുടെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ NCCയുടെ തുല്യമായ ആംബുലൻസ് കോർ എന്നുള്ളൊരു കോർ ഉണ്ടായിരുന്നു. അതിൽ മഹാത്മാഗാന്ധി ഡ്രൈവറായിരുന്നു, ആംബുലൻസ് ഡ്രൈവറായിരുന്നു. ദേവസി ചേട്ടൻ ഈ 3 യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കാണാനുള്ളൊരു ഭാഗ്യമെങ്കിലും നമുക്കുണ്ടായല്ലോ, അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. അതിലും 1967 യുദ്ധം മുഴുവൻ യുദ്ധമായിരുന്നില്ല. സിക്കിമിൽ നത്തുല പാസ് എന്ന് പറഞ്ഞൊരു പാസ്സുണ്ട്, മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പാസ്. അവിടെ ചൈനക്കാർ വീണ്ടും നമ്മളൊന്ന് ചൊറിയാൻ വന്നു. ലേശം 3 ദിവസത്തെ യുദ്ധമായിരുന്നു. പക്ഷേ 3 ദിവസം കഴിയാറാവുമ്പോഴേക്കും അവിടെ നമുക്ക് നല്ല അടി കിട്ടി. ഒരു 7 പട്ടാളക്കാർ ഓൾമോസ്റ്റ് മരിക്കുന്ന നിലയിൽ തീവ്രമായ മുറിവേറ്റ് കിടക്കുമ്പോൾ ഈ ദേവസി ചേട്ടൻ ഒറ്റയ്ക്ക് നത്തുല പാസ്, ഞാനൊരു 7-8 കൊല്ലം മുമ്പ് അവിടെ പോയതാണ്. ഇപ്പം തിരക്കേടില്ലാത്ത റോഡൊക്കെ ആയി. അന്നൊക്കെ കൂരിരുട്ടും അതൊക്കെ എന്തായിരുന്നു 67 എനിക്കറിയില്ല, ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഇദ്ദേഹം ആ പരിക്കേറ്റ 7 വ്യക്തികളെ നമ്മുടെ പട്ടാളക്കാരെ ആംബുലൻസിൽ കയറ്റി ഗാങ്ടോക്കിലുള്ള മെയിൻ മിലിറ്ററി ആസ്പത്രിക്ക് കൊണ്ടുവന്നതിന് അന്നത്തെ ഉയർന്ന ഒരു ശിപ്പായിക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്ന ഉയർന്ന ധീരതയ്ക്കുള്ള അവാർഡ് മെൻഷൻ ഇൻ ഡിസ്പാച്ചസ് എന്നുള്ള അവാർഡ് കിട്ടിയ വ്യക്തിത്വമാണ് ദേവസി ചേട്ടൻ. അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ട 2 വ്യക്തിത്വങ്ങളെ തന്നെയാണ് നാദബ്രഹ്മം ഇതുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതെല്ലാ കൊല്ലവും ജനുവരി 26 നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്തവരും പരിക്കേറ്റവരുമായിട്ടുള്ള അനേകം സൈനികർ നമ്മൾ ആരും അറിയാതെ തൃശ്ശൂരിൽ തന്നെ ഉണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കുകയും അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ആദരിക്കുകയൊക്കെ ചെയ്താൽ അതൊരു ഡ്യൂട്ടിയാണ് എന്ന് ഞാൻ കരുതുന്നു. ദേവസി ചേട്ടനും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി വീണ്ടും നാദബ്രഹ്മം പോലെയുള്ള ഒരു സംഘടന ജയ് ജവാൻ എന്നുള്ളൊരു പരിപാടി നടത്തിയാൽ വ്യക്തിപരമായിട്ടുള്ള പേരിൽ ഒരു എക്സ് സർവീസ്മെൻ എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ട്രസ്റ്റിമാരോട് എല്ലാവരോടും എല്ലാ ഭാരവാഹികളും ഒരിക്കൽ കൂടെ നന്ദിയും പറയുന്നു. അതുപോലെ വേദിയിൽ വിലപ്പെട്ട കുറച്ച് സമയം ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം നൽകുന്നു. താങ്ക് യു സർ ഫോർ യുവർ വാല്യുബിൾ പ്രസൻസ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.